നമസ്കാരം. CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു ആരോപിക്കുമ്പോൾ മറുതന്ത്രവുമായി എത്തുകയാണ് CPM. പോലീസ് കേസെടുക്കാതിരിക്കാനുള്ള വാദമാണ് CPM ഉയർത്തുന്നത്. എന്നാൽ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതല്ല എന്നാണ് CPM പറയുന്നത്. LDF ഭരണസമിതിക്കെതിരെ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെ UDFന്റെ 11 കൗൺസിലർമാരും ഒരു സ്വതന്ത്രനും CPMന്റെ കൗൺസിലർ കലാരാജുവും കൂടി നഗരസഭയ്ക്ക് മുന്നിൽ വന്നിറങ്ങുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തന്നെ. പാർട്ടി തീരുമാനപ്രകാരം അവരുൾപ്പെടെയുള്ള 13 കൗൺസിലർമാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇരിക്കുകയായിരുന്നു എന്നാണ് CPMന്റെ വിശദീകരണം. നല്ല രീതിയിൽ സംസാരിച്ചു വിരിഞ്ഞ കലാരാജു ഏത് സാഹചര്യത്തിലാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് അറിയില്ലെന്ന് CPM കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PV രതീഷ് പറയുന്നു. കലാരാജു ഉന്നയിക്കുന്ന സഹകരണ ബാങ്കുമായുള്ള പ്രശ്നം എന്താണെന്ന് തന്നെ അറിയില്ലെന്നാണ് രതീഷ് പറയുന്നത്. കലാരാജുവിന്റെ മക്കളുടെ പരാതിയിൽ രതീഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരിക്കുന്നത്. എന്നാൽ ഇതുവരെ അറസ്റ്റിലേക്ക് പോലീസ് കടന്നിട്ടുമില്ല. തന്റെ വസ്ത്രം വലിച്ചിഴച്ചുവെന്നും കലാരാജു ആരോപിക്കുന്നുണ്ട്. ഹണി റോസിനെ ബോബി ചെമ്മണ്ണൂർ വാക്കുകളിലൂടെ അപമാനിച്ചപ്പോൾ അതിവേഗ ഇടപെടലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത്. കേരളത്തിൽ സ്ത്രീകൾ സുരക്ഷിതമാണെന്ന വാദവും ചർച്ചയാക്കി. ഇതിനിടെയാണ് കൂത്താട്ടുകുളത്തെ ഈ അപമാനിക്കൽ. ഇവിടെ പരാതിക്കാരിയുടെ വാക്കുകൾ പോലീസ് മുഖവിലക്കെടുക്കുന്നില്ല. ഹണി റോസിനെ കിട്ടിയതുപോലെ അതിവേഗ നീതിയുമില്ല. ഏരിയ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാനും പോലീസ് മുതിരില്ല. വിവാദം താനേ തീരട്ടെ എന്ന നിലപാടാണ് പോലീസ് നിലപാട്. സർക്കാരിൽ നിന്നും കൗൺസിലർക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ മറിച്ചൊരു നടപടി ഉണ്ടാകൂ. പക്ഷേ അതുണ്ടാകില്ലെന്ന് ഉറപ്പാണ്. ബോച്ചയെ വണ്ടി വളഞ്ഞു പിടിച്ച് എറണാകുളത്തെ പോലീസ് ഇവിടെ മൗനികളാകുകയാണ്. CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണമാണ് കലാരാജു ആരോപിക്കുന്നത്. CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഏരിയ കമ്മിറ്റി ഓഫീസിലാണ് താമസിപ്പിച്ചത്. ഏരിയ സെക്രട്ടറിയുടെ അറിവോടെയാണിത്. ഓഫീസിൽ വെച്ച ഉപദ്രവമൊന്നും ഉണ്ടായില്ല. പകരം അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നതെന്നും ഇവർ പറയുന്നു. DYFI നേതാവ് അരുൺ അശോകൻ എന്നയാളാണ് വാഹനത്തിൽ കയറ്റിയത്. കാൽ വാഹനത്തിന്റെ ഡോറിനിടയിൽ കുടുങ്ങിയപ്പോൾ അവിടെ എത്തിയതിനു ശേഷം വെട്ടി തന്നേക്കാമെന്നാണ് വാഹനത്തിൽ പിടിച്ചു കയറ്റിയ ആൾ പറഞ്ഞത്. തന്റെ മകനേക്കാൾ ചെറിയ കുട്ടിയാണ് ഇങ്ങനെ പറഞ്ഞതെന്നും കല പറയുന്നു. ചീത്ത വിളിച്ചുകൊണ്ടാണ് DYFI പ്രവർത്തകർ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റുന്നത്. കഴുത്തിന് കുത്തിപ്പിടിച്ചാണ് വാഹനത്തിലേക്ക് വലിച്ചു കയറ്റിയതും. ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയപ്പോൾ നെഞ്ചുവേദന അനുഭവപ്പെട്ടു. ഹൃദ്രോഗിയാണെന്ന് പറഞ്ഞപ്പോൾ ഗ്യാസിന്റെ ഗുളികയാണ് നൽകിയത്. ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഏരിയ സെക്രട്ടറിയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞെന്നും അവർ പറയുന്നു. CPMൽ തുടരുന്നതിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കും. അവിശ്വാസം കഴിഞ്ഞതിനു ശേഷം ഇറക്കിവിടാമെന്ന് പറഞ്ഞാൽ കാര്യമില്ല. രാവിലെ പോലീസുകാർ സംരക്ഷണം തരേണ്ടതായിരുന്നുവെന്നും അവർ പറയുന്നു. അതേസമയം പോലീസിന്റെ സാന്നിധ്യത്തിൽ UDFന്റെ വനിതാ കൗൺസിലർമാരെ അടക്കം ആക്രമിക്കുകയും ചെയർപേഴ്സന്റെ വാഹനത്തിൽ CPM കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടു പോവുകയുമായിരുന്നു. തങ്ങളുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് പോലീസിൽ പരാതിപ്പെട്ടിരുന്നുവെങ്കിലും തങ്ങൾക്ക് നേരെ അക്രമമുണ്ടായപ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് UDF പ്രവർത്തകർ ആരോപിക്കുകയും ചെയ്യുന്നു. നന്ദി.